പാകിസ്ഥാനിൽ നിന്നാണ് CJPക്ക് ഫണ്ട് വരുന്നത് എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചൊരു തീവ്ര ഹിന്ദുത്വവാദി സഹോദരനെ പറഞ്ഞ് മനസ്സിലാക്കി തീവ്ര ഹിന്ദുത്വയിൽ നിന്ന് ഹിന്ദു ആക്കിയിട്ടുണ്ട്. ഈ തീവ്ര ഹിന്ദുത്വം വേണ്ട, പാകിസ്ഥാനിൽ നിന്നും ഖത്തറിൽ നിന്നും അല്ല ഫണ്ട് വരുന്നത്, അമേരിക്കക്കാരല്ല ഇതിൻ്റെ പിന്നിൽ, ഇന്ത്യൻ യുവത്വമാണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ പെട്ടുപോകുന്നവരെ സംസാരിച്ച് സ്നേഹത്തോടെ ആദരവോടെ പറഞ്ഞു തിരിച്ച് ഹിന്ദുത്വവാദിയിൽ നിന്ന് ഹിന്ദു ആക്കുകയാണ്. തീവ്ര ഹിന്ദുത്വവാദി അല്ലെങ്കിൽ തീവ്ര ഗോഡ്സേവാദത്തിൽ നിന്ന് ഗാന്ധിവാദത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാണ് നമ്മുടെ ഓരോരുത്തരും. അത് നല്ല മനുഷ്യൻ, പാവം, അദ്ദേഹത്തിൻ്റെ ഐഡന്റിറ്റി റിവീൽ ചെയ്യുന്ന 1-2 സ്ഥലങ്ങളിൽ അത് കട്ട് ചെയ്ത് എടുത്ത് മാറ്റിയിട്ടുണ്ട്. നിനക്കൊക്കെ BJP ഗവൺമെന്റിനെ താഴെ ഇറക്കണം അല്ലേടാ, പാകിസ്ഥാനിൽ നിന്ന് ഫണ്ട് വരികയാണല്ലേടാ എന്നൊക്കെ പറഞ്ഞാണ് പുള്ളി വിളിച്ചത്. അവസാന സ്നേഹത്തിൻ്റെ ഭാഷയിലും യഥാർത്ഥത്തിൽ ഹിന്ദുക്കളുടെ അനുഭവിക്കുന്ന പ്രശ്നം എന്താണെന്നും ഒക്കെ പറഞ്ഞ് പുള്ളി ഒരു ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ പാതയിൽ എത്തിച്ചിട്ടുണ്ട്. കേൾക്കുക, കൗതുകമുള്ള സംസാരം. ഇത് തന്നെയാണ് എല്ലാവരും ഈ തീവ്ര ഹിന്ദുത്വവാദികളോട് ചെയ്യേണ്ടത്. ഒന്നുകൂടെ പറയാമോ? കേട്ടില്ല. താങ്കൾക്ക് ഈ BJP സർക്കാരിനെ കേന്ദ്രത്തിൽ നിന്ന് ഇറക്കിയേ പറ്റൂ എന്നുണ്ടോ? ഒട്ടുമില്ല. ആര് ഭരിച്ചാലും നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. ഭരിക്കുന്നവരുടെ നയങ്ങളാണ് പ്രധാനം. ഓരോ സംസാരം കേൾക്കുമ്പോൾ നമ്മളെന്താ ചിന്തിക്കുന്നത്? എല്ലാവരും വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇതാകുന്നത്. നല്ല കാര്യം ചെയ്യുമ്പോൾ നല്ല കാര്യം എന്ന് പറയും, നല്ല അല്ലാത്ത കാര്യം ചെയ്യുമ്പോൾ നല്ല അല്ലാത്ത കാര്യം എന്ന് പറയും. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മളിപ്പോൾ ഉള്ള കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ആരും അങ്ങോട്ട് പോകും, ഇവിടെയുള്ള പല പ്രശ്നങ്ങളുണ്ട്, അതിന് പരിഹാരം ചെയ്യണമെങ്കിൽ നിങ്ങൾ കൊണ്ട് പറ്റുമോ? എന്റെ പ്രശ്നം, ചോദ്യത്തിന്റെ പ്രശ്നം എന്താ അറിയോ ഭായി? ഞാൻ തിരിച്ചു ചോദിക്കാം. അങ്ങ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ പ്രതികരിക്കുമ്പോൾ നിങ്ങൾ രാമക്ഷേത്രത്തിലേക്കുള്ള സോൾവ് ചെയ്ത് ബാക്കി സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ശരിയാവൂ? ഞാൻ രാമക്ഷേത്രത്തിന്റെ എന്റെ നാട്ടിലുള്ള കാര്യമാണ് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ നാട്ടിലെ മാലിന്യ പ്രശ്നം മാറ്റിയിട്ട് ദേശീയ പ്രശ്നങ്ങൾ ഇടപെട്ടാൽ മതിയെന്നോ സംസ്ഥാന പ്രശ്നങ്ങൾ ഇടപെട്ടാൽ മതി എന്ന് പറയാൻ എന്റെ വീട് ക്ലീൻ ആക്കിയിട്ടാണ് നമ്മൾ അടുത്ത കാര്യങ്ങളിലേക്ക് ചിന്തിക്കുക. അവിടെയാണ് അങ്ങനെ, അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അവിടുത്തെ, താങ്കൾ താമസിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് എനിക്കറിയില്ല, എവിടെയെങ്കിലും ആണെങ്കിൽ കോഴിക്കോട് എന്തായാലും മാലിന്യ പ്രശ്നങ്ങൾ കാണില്ലേ? കോഴിക്കോട് ട്രാഫിക്കിന്റെ പ്രശ്നങ്ങൾ കാണില്ലേ? കോഴിക്കോട് പൊല്യൂഷന്റെ പ്രശ്നങ്ങൾ കാണില്ലേ? ഇത്രയും പേര് ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് കാണോ ബാക്കി വിഷയങ്ങളെ കുറിച്ച് അഭിപ്രായം പറയുന്നത്? അതല്ല സാറേ, ഞാൻ പറയുന്ന ഇക്കാര്യം കേൾക്കും. ഇതിനെ പിറകിൽ എത്ര പേര് അതിനെപ്പറ്റി നിങ്ങൾ ആരെങ്കിലും ഒന്നും വേണ്ടിയോ? ഏതിന്റെ പിറകിൽ? ഇതിന്റെ പിറകിൽ വെച്ചത് എത്ര പേരെ പിടിക്കുന്നുണ്ട്? അത് അതായത് നിയമം അനുസരിച്ച് തന്നെ കൃത്യമായിട്ടുള്ള തെളിവ് സഹിതം പിടിക്കുന്നുണ്ട്. ഡൽഹി പോലീസ് കറക്റ്റായിട്ട് പിടിക്കുന്നുണ്ട്. ആരെ? ഇതൊക്കെ നിങ്ങളെ പറ്റിക്കാൻ പറയുവാണ് ഭായി. ആര് പറയുന്നത്? ഡൽഹി പോലീസ് ആരെയും പിടിക്കുന്നില്ല. ഡൽഹി പോലീസിനോട് അങ്ങനെ പിടിക്കരുതെന്ന് സുപ്രീം കോടതി എക്സ്പ്ലിസിറ്റ്ലി പറഞ്ഞിട്ടുണ്ട്. ഡൽഹി പോലീസിനോട് സുപ്രീം കോടതി എക്സ്പ്ലിസിറ്റ്ലി ഈ കൊച്ചു പിള്ളേർ തീർന്നില്ല. ഇനി ഈ കൊച്ചു പിള്ളേരെ 20-22 വയസ്സായ പിള്ളേരോട് പോലീസ് പ്രതികാര നടപടി എടുക്കുന്നതിൽ പ്രതികാര എടുത്താൽ അഭിമാനമാണോ ഉള്ളത്? നടപടി എടുക്കുന്നല്ല പറയുന്നത്, രാജ്യത്തിനോട് കൃത്യമായിട്ട് മുതലാക്കുന്ന ആൾക്കാർ. ഏത് രാജ്യം? മോദിജിയാണോ രാജ്യം? നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഒരു നിലപാടിനോടോ നടപടിയോടോ ആരെങ്കിലും എതിർത്താൽ നരേന്ദ്രമോദിയാണോ രാജ്യം? നരേന്ദ്രമോദി രാജ്യം എന്നല്ല പറയുന്നത്. അയാൾ വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതിന് മുന്നിലുള്ള കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ചവിട്ടി എന്നതിനെ കൊണ്ട് ഞാൻ ഒരു ഒറ്റ കാര്യം പറഞ്ഞു നിർത്തുക. അല്ല, ഞാൻ ചോദിച്ചത് നരേന്ദ്രമോദിയാണോ രാജ്യം? ഇങ്ങനെയാണെങ്കിൽ ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യ എന്ന് പറയുന്ന പോലെ ആക്കൂലേ? പറഞ്ഞത് പാകിസ്ഥാന്റെ കള്ളപ്പണം എവിടെ നിന്നാണ്, ആരാണ് ഇറങ്ങുന്നത്? പാകിസ്ഥാന്റെ കള്ളപ്പണം ഇന്ത്യയിൽ വരുന്നുണ്ടെന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? അത് തന്നെ ചോദിക്കാം. ഒരു സെക്കൻഡ്, പാകിസ്ഥാന്റെ കള്ളപ്പണം ഇപ്പൊ ഇന്ത്യയിലോട്ട് വരുന്നുണ്ടോ? ഇല്ല. അതാണ് ഇല്ല എന്ന് പറയാൻ പറ്റിയ പക്ഷെ വരുന്നുണ്ട്. വരുന്നുണ്ടെങ്കിലേ അമിത്ഷാജി രാജിവെക്കണ്ടേ? അജിത് ഡോവൽ രാജിവെക്കണ്ടേ? കഴിച്ച 10 വർഷമായിട്ട് പിന്നെ എന്ത് പണിയാണ് ചെയ്യുന്നത്? പാകിസ്ഥാന്റെ കള്ളപ്പണം ഇന്ത്യയിലേക്ക് വരുന്നെങ്കിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മുടെ ആഭ്യന്തരമന്ത്രിയും ഇന്ത്യൻ നീ പറയണം, കഴിഞ്ഞ 10 വർഷമായിട്ടേ. അതായത് പിന്നെ ആഭ്യന്തരമന്ത്രിയുടെ ജോലി എന്താ? അവിടെ ജോലി അജിത് ഡോവലിന്റെ ജോലി എന്താ? പിന്നെ എന്തിനാ അവരോട്ട് ഇരിക്കുന്നേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. പാകിസ്ഥാന്റെ കാശ് നമ്മുടെ എതിർ രാജ്യത്തിന്റെ, അയൽ രാജ്യത്തിന്റെ, ശത്രു രാജ്യത്തിന്റെ, നമ്മളോട് യുദ്ധം പലപ്പോഴും ചെയ്തിട്ടുള്ള രാജ്യത്തിന്റെ കാശ് 1 രൂപയെങ്കിലും ഇന്ത്യ വന്ന ഇവരെന്തിനാ സ്ഥാനത്തിരിക്കുന്നേ? കളഞ്ഞിട്ട് പോണ്ടേ? അത് തീർച്ചയായിട്ടും പറഞ്ഞത് ശരിയാണ്. അതായത് ഭായി, ഇനി അടുത്തത് പറയാം. താങ്കൾ അടക്കമുള്ള പലരെയും പറ്റിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ യുവജനങ്ങൾ ഒരാവശ്യത്തിന് വേണ്ടി അവർ സമരം ചെയ്താൽ അവർ പാകിസ്ഥാനികളും ബംഗ്ലാദേശുകാരും അമേരിക്കക്കാരും ഒക്കെ ആവുമോ? അവരുടെ ഫണ്ട് വേണോ? ഈ സംഭവം ഒന്നും നടക്കുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടോ?
പറയുന്നുണ്ട്. ഞാനല്ല, MEA, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, ഇന്ത്യൻ മോദി അതല്ല, ഓക്കെ ഗവൺമെന്റിന്റെ ഓക്കെ, ഞാൻ ഔദ്യോഗിക അതല്ല പറയുന്നത്. മിനിസ്ട്രി. ഈ നിങ്ങൾ പറയുന്നല്ലോ, ഓക്കെ. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഈ സംഭവം ഒന്നും നടക്കുന്നില്ല എന്നാണല്ലോ പറയുന്നത്. എന്റെ സുഹൃത്തെ രാഹുൽ ഈശ്വർ വിടൂ, ഞാൻ സാധാരണക്കാരനല്ലേ. ഞാൻ ഈശ്വരൻ നരേന്ദ്രമോദിയെ തന്നെ പറയുന്നത്. വിശ്വാസമാണല്ലോ. നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിലെ MEA അഥവാ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, അത് CJPയുടെ സമരത്തിന് വിദേശ ഫണ്ട് തുടങ്ങിയ കാര്യങ്ങളില്ല എന്നും അങ്ങനെ ഒരു ഇൻഫർമേഷനും തങ്ങൾക്കില്ല എന്നും ഔദ്യോഗികമായി പറഞ്ഞിട്ടുണ്ട്. ഉണ്ട്. അപ്പം പിന്നെ എങ്ങനെയാ ഈ പിള്ളേർക്ക് ഫണ്ട് വരുന്നേ? അതിന്റെ പറ്റിക്കുകയാണ് കൃത്യമായിട്ടുള്ള താങ്കളെ. കാര്യങ്ങൾ അതായത് നിങ്ങൾക്ക് അതായത് ഞാൻ താങ്കൾ പറഞ്ഞുതരാം. താങ്കൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, അതിന്റെ ശ്രദ്ധിക്കണേ. കൃത്യമായിട്ടുള്ള ഇത് വാട്സപ്പിൽ ഒന്ന് ഇത് അയച്ചു തരാം. ആ, അത് ഒരു സെക്കൻഡ് ബൈ. ഇതാണ് അടുത്ത പ്രശ്നം. നിങ്ങളെ പോലുള്ള പാവങ്ങളെ വാട്സപ്പ് യൂണിവേഴ്സിറ്റി പറ്റിക്കുകയാണ്, ചതിക്കുകയാണ്. ഇത് അയച്ചു തരുന്നവൻ നിങ്ങളെ പറ്റിക്കുകയാണ്. അതായത് ഔദ്യോഗികമായി നരേന്ദ്രമോദി സർക്കാർ അപ്പൊ ഞാൻ കാര്യം ഇല്ലെന്ന് ചോദിക്കട്ടെ. പറയുന്ന കാര്യം നിങ്ങൾക്ക് വാട്സപ്പിൽ അയച്ചു തരുന്നവൻ നിങ്ങളോട് ദ്രോഹം ചെയ്യുകയാണ്, വേറെ ആരോടുമല്ല, താങ്കളോട് ദ്രോഹം ചെയ്യുകയാണ്. അതായത് ഇന്ത്യയുടെ മന്ത്രിസഭയിലെ ഔദ്യോഗികമായ MEA CJP സമരത്തിന് വിദേശ ഫണ്ടുകളുടെ കാര്യങ്ങളോ അറിവുകളോ ഞങ്ങൾക്കില്ല, അല്ലെങ്കിൽ ഇല്ല എന്ന് പറയുന്നത് മാറ്റി നിങ്ങൾക്ക് അയച്ചു തരുന്നത് വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലെ മണ്ടന്മാരാണ്. സുഹൃത്തെ മനസ്സിലാക്കൂ. ഇത് ഞാൻ തിരിച്ചു ചോദിച്ചോട്ടെ, അണ്ണാ ഹസാരെ സമരം ഉണ്ടായില്ലേ കോൺഗ്രസിനെതിരെ? ഞാൻ ആ സമരത്തിൽ പങ്കെടുത്ത ആളാണ്. അണ്ണാ ഹസാരെ അമേരിക്ക സപ്പോർട്ട് ചെയ്തതാണോ? പാകിസ്ഥാൻ സപ്പോർട്ട് ചെയ്തതാണോ? ബംഗ്ലാദേശ് സപ്പോർട്ട് ചെയ്യണോ? ഒരു രാജ്യത്തൊരു സമരം നടക്കണമെങ്കിൽ വേറെ രാജ്യത്തിൽ ആരൊക്കെ എന്തിനാ വേണ്ടേ? അപ്പൊ ഇവര് നമ്മളെ പറ്റിക്കുന്നതാണോ നിങ്ങൾ പറയുന്നത്? 101% താങ്കൾക്ക് വാട്സപ്പിൽ അയച്ചു തന്നവൻ പറ്റിക്കുകയാണ്. അതിനെയാണ് കളിയാക്കി വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്ന് വിളിക്കുന്നത്. അതായത് ശരിയല്ലാത്ത കാര്യം തെറ്റിദ്ധാരണ പരത്താനായിട്ട് വ്യക്തികൾക്ക് വാട്സപ്പിൽ അയച്ചു കൊടുക്കുന്ന കള്ളന്മാരെയാണ് വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്ന് വിളിക്കുന്നത്. അങ്ങേക്ക് കിട്ടുന്നത് ഇതേപോലെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയാണ്, താങ്കളെ പറ്റിക്കുകയാണ്. ഇന്ത്യൻ ഗവൺമെന്റ് ഔദ്യോഗികമായി പറയുന്നതിനപ്പുറം ഉണ്ടോ? ഇനി താങ്കൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അമിത്ഷായെ കളിയാക്കുകയല്ലേ, ഇതിന് പാകിസ്ഥാനിൽ നിന്ന് ഫണ്ട് വരുന്നു എന്ന് പറഞ്ഞാൽ അമിത്ഷാ മണ്ടനാണെന്ന് പറയുന്നതിന് തുല്യമല്ലേ അത്? അജിത് ഡോവൽ, ഞാൻ വളരെ ആദരിക്കുന്ന ഒരു വ്യക്തിയാണ്, ഇന്ത്യയുടെ ജെയിംസ് ബോണ്ടാണ്. അജിത് ഡോവൽ മണ്ടനാണെന്ന് പറയുന്നതിന് തുല്യമല്ലേ? എനിക്ക് എനിക്ക് ആരാധനയുള്ള അഭിപ്രായം ഇന്ത്യയുടെ ജെയിംസ്. ഞാൻ അതുകൊണ്ട് ഇന്ത്യയുടെ ജെയിംസ് ബോണ്ട് എന്ന് പറഞ്ഞത്. അല്ല, അതിപ്പോൾ രാഷ്ട്രീയമല്ല നോക്കേണ്ടത്. രാഷ്ട്രീയ ഇന്ത്യൻ ജെയിംസ് ബോണ്ട് എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയ ഒരു സ്പൈ ആണ്. ജെയിംസ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ലോക പ്രശസ്തമായ സ്പൈ ആണല്ലോ. അപ്പൊ രാഹുൽ ഗാന്ധി ഭരിച്ചാലും മോദി ഭരിച്ചാലും ആര് ഭരിച്ചാലും അപ്പോ നമ്മുടെ ആരാണെങ്കിലും നമ്മുടെ ആഭ്യന്തരമന്ത്രിയും നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറിനെയും ഒക്കെ കളിയാക്കുകയല്ലേ? അങ്ങനെ സാർ ഒരു സെക്കൻഡ് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ പാകിസ്ഥാനിൽ നിന്ന് കാശ് വന്നാണ് CJP പ്രതിഷേധമെങ്കിലേ നമ്മുടെ റോയെ, IBA, രഹസ്യാന്വേഷണ സംവിധാനത്തെ എല്ലാം കളിയാക്കുമല്ലേ നമ്മൾ? ഒന്ന് ആലോചിച്ച് നോക്കി. എന്ത് ശരിക്കും ഇത് പറയുന്നതല്ലേ മോദി ഗവൺമെന്റിനെ അപമാനിക്കുന്നത്? അത് നിങ്ങൾ പറഞ്ഞാൽ ശരിയാ. എത്ര ചെന്നെങ്കിലും ഇത് ആണെങ്കിൽ അവരിൽ ചെന്ന ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇനി രണ്ട്, സാക്ഷാൽ നരേന്ദ്രമോദി എടുത്ത സമീപനം നോക്കൂ. വിദ്യാർത്ഥികൾ പ്രതിഷേധം ഉണ്ടായി, പുള്ളി സ്വന്തമായിട്ട് ഇൻസ്റ്റാഗ്രാം വീഡിയോ ഇടാത്ത ആളാണ്. ആ രാത്രി അദ്ദേഹം കഷ്ടപ്പെട്ട് ഇൻസ്റ്റാഗ്രാം പഠിച്ച് വീഡിയോ, അല്ല പുള്ളിക്ക് അറിയില്ലോ, 10-75 വയസ്സായില്ലേ? അങ്ങനെ പറയും. അല്ല, അങ്ങനെ പറയാൻ പറ്റൂ. അയാളെ കഴിവ് കൊണ്ട് അയാൾ ചെയ്തു. കഴിവുകേടല്ല, സാഹചര്യം കൊണ്ട് അദ്ദേഹം 3 ദിവസം അടുപ്പിച്ചടുപ്പിച്ച് വീഡിയോ ഇട്ടു. വിദ്യാർത്ഥികളെ തണുപ്പിക്കാനാണ്. നമ്മുടെ നാട്ടിൽ പറ്റി രാജിവെക്കാൻ പറഞ്ഞാലോ? ആര് രാജിവെക്കണമെന്ന് പറയുന്നു? ധർമ്മേന്ദ്ര പ്രധാനാണ് രാജിവെക്കേണ്ടത്. ധർമ്മേന്ദ്ര പ്രധാൻ എന്നൊരു മന്ത്രി. നരേന്ദ്രമോദി എന്തിനാ രാജിവെക്കേണ്ടത്? നരേന്ദ്രമോദി ഭരിക്കുന്ന വകുപ്പിലാണോ ഈ പ്രശ്നം ഉണ്ടായത്? അമിത്ഷാജി രാജിവെക്കണമെന്ന് ആവശ്യം ഉണ്ടായത് എന്താ അറിയാം? അമിത്ഷാജി രാജിവെക്കണമെന്നല്ല, മാപ്പ് പറയണമെന്ന് ആവശ്യം ഉണ്ടായ കാര്യം. മാപ്പല്ല, അങ്ങനെയല്ല. രാജ്യത്തെ നോക്കാൻ ചെയ്യണം, മറ്റുള്ള പാർട്ടി ആൾക്കാരെ നോക്കാൻ പറ്റില്ലെങ്കിൽ അയാൾ രാജിവെക്കുന്നല്ലേ? അങ്ങനെയല്ല ഭായി. അതായത് ഒരു മന്ത്രി അദ്ദേഹത്തിന്റെ വകുപ്പിൽ എന്തെങ്കിലും നല്ലത് നടന്നാൽ അയാൾക്കാണ് അതിന്റെ ക്രെഡിറ്റ്. ഇപ്പൊ നമ്മുടെ ഓപ്പറേഷൻ തൂഫാൻ, രമേശ് ചെന്നിത്തലാജി എല്ലാവർക്കും ഇഷ്ടമാണ്, കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും BJP. കാര്യം എന്താ? രമേശ് ചെന്നിത്തല എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നുണ്ട്. ഓപ്പറേഷൻ തൂഫാൻ ഹിറ്റാണ്. ഇനി നാളെ ഓപ്പറേഷൻ തൂഫാനിൽ അങ്ങനെ സംഭവിക്കൂല, പക്ഷെ സംഭവിച്ചു എന്നിരിക്കട്ടെ, ഒരാൾ ഡ്രഗ് അഡിക്റ്റ് ഓപ്പറേഷൻ തൂഫാനിൽ കയറി. ഓപ്പറേഷൻ തൂഫാന്റെ ബാഡ്ജൊക്കെ ധരിച്ച് നന്നായിട്ട് ഡ്രഗ് അഡിക്റ്റിനെ പിടിച്ചു എന്നിരിക്കട്ടെ. അത് നാണക്കേട് ആർക്കാണ്? രമേശ് ചെന്നിത്തലയ്ക്കാണ്. ഇതേപോലെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന് അല്ല താങ്കൾ സാറ് ശ്രദ്ധിക്കണേ ഒരു സെക്കൻഡ്. കഴിഞ്ഞ 12 വർഷങ്ങളിൽ 152 പേപ്പർ ലീക്ക് ഉണ്ടായി. BJP സർക്കാർ മാത്രമൊന്നുമല്ല, ചുറ്റുമുള്ള പല സർക്കാരുകളിലും ഉണ്ടായി. അപ്പോ ഇതിനെതിരെ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു. ഭാരത് മാതാ കി ജയും, വന്ദേ മാതരവും, ഇൻകുലാബ് സിന്ദാബും ഒക്കെ പറഞ്ഞു. നമ്മുടെ പിള്ളേർ ഇനി രണ്ട് ഹിന്ദു താല്പര്യങ്ങളുള്ള ആളാണല്ലോ താങ്കളും ഞാനും. അവിടെ 75% ഹിന്ദു പിള്ളേരാണ്. കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ സവർണ ഹിന്ദു കുടുംബങ്ങളിലെ പിള്ളേരാണ് അവിടെ ഫൈറ്റ് ചെയ്യുന്നത്. ഹിന്ദു മിഡിൽ ക്ലാസ്സിലെ പിള്ളേരാണ് അവിടെ ഫൈറ്റ് ചെയ്യുന്നത്.
ഇവരൊക്കെ ഇരുട്ടി വെക്കും പാകിസ്ഥാൻകാരാകും. ഞാനും നിങ്ങൾ ഹിന്ദു ഇത് ഇതായിട്ട് ഞാൻ ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളാണ്, അബുദാബിയിൽ അല്ലൈൻ ഹോട്ടലിലാണ്. ആയിക്കോട്ടെ, ഞാൻ ചോദിച്ചത് അബ്ദുൽ അസീസ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. എനിക്ക് തീർത്തും എന്റെ മുതലാളിമാരടക്കം മുസ്ലിംസ് ആണ്. എന്റെ സുഹൃത്തുക്കൾ പാകിസ്ഥാനിലുള്ള ആൾക്കാരുണ്ട് ഒരുപാട്. പാകിസ്ഥാനികളാണല്ലോ അവിടെ ഡ്രൈവർ. അബ്ദുൽ അസീസ് ഇത് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. പോട്ടെ, അത് പോട്ടെ. അപ്പൊ ഞാൻ താങ്കളോട് ഒരു കാര്യം പറയട്ടെ. താങ്കൾക്ക് ആ ഹിന്ദു താല്പര്യങ്ങളും കൂടെ മനസ്സിലുള്ളതുകൊണ്ട് ഞാൻ ഹിന്ദു താല്പര്യമല്ല, ചില വ്യക്തികൾ ഇല്ല ഭായി, ഹിന്ദു താല്പര്യങ്ങൾ താങ്കൾക്ക് ഉണ്ടാവണം. നമ്മുടെ സമുദായത്തെ കുറിച്ച് നമുക്ക് താല്പര്യമില്ലെങ്കിൽ വേറെ ആർക്ക് താല്പര്യം ഉണ്ടാവും? എനിക്ക് അങ്ങനത്തെ അല്ല, സംഭവം അങ്ങനെയല്ല ഭായി. താങ്കൾ ഒന്ന് ശ്രദ്ധിക്കണേ. നമുക്ക് ഹിന്ദു താല്പര്യങ്ങൾ വേണം, നമുക്ക് മുസ്ലിം വിരോധം ഇല്ലാതിരുന്നാ മതി. അല്ലല്ല, താങ്കൾ ഇത് ശ്രദ്ധിക്കും. ഒരു 10 സെക്കൻഡ് എനിക്ക് തരൂ. അല്ലല്ല, ഒരു 10 സെക്കൻഡ് എനിക്ക് തരൂ. സ്കൂളിൽ ജനിച്ച്, അതായത് അല്ലല്ല, ഒരു സെക്കൻഡ് താങ്കൾ ഒന്ന് ശ്രദ്ധിക്കണേ. അല്ലല്ല, താങ്കൾ ഒന്ന് ശ്രദ്ധിക്കും, ഒരു സെക്കൻഡ്. നമുക്ക് മുസ്ലിം വിരോധം വേണ്ട, ഹിന്ദു താല്പര്യങ്ങൾ വേണം. നമുക്ക് ക്രിസ്ത്യൻ വിരോധം വേണ്ട, ഹിന്ദു താല്പര്യങ്ങൾ വേണം. ഒന്നെങ്കിൽ നമ്മൾ മതേതരനാകും, അല്ലെങ്കിൽ നമ്മൾ വർഗീയവാദിയാകും. ഇത് രണ്ടും നമുക്ക് വേണ്ട. നമ്മൾ മതസൗഹാർദ്ദമുള്ള ഹിന്ദുക്കളാകണം. അതായത് നമുക്ക് നമ്മുടെ കാര്യം നോക്കണം. ഒരു കൈ കൊണ്ട് നമുക്ക് 2 കൈ ദൈവം തന്നിട്ടില്ലേ? ഒരു കൈ കൊണ്ട് ഹിന്ദു താല്പര്യം, മറു കൈ കൊണ്ട് എല്ലാവരുടെയും താല്പര്യം. സാറേ, ഞാൻ ഒറ്റൊരു കാര്യം ചെയ്യും, അത് സാറ് ഒന്ന് കേൾക്കണം. മനുഷ്യനായിട്ട് ഞാൻ ജനിച്ചെന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടുകാരുടെ, അതായത് പാരമ്പര്യമായിട്ടുള്ള ഒരു കാര്യം, അതായത് ഹിന്ദു മതത്തിൽ ഞാൻ ജനിച്ചു. പക്ഷെങ്കിൽ ഞാൻ പഠിക്കുന്ന എല്ലാവരും ചേരുന്ന സ്കൂളിലാണ്. എൻ്റെ ഏറ്റവും വലിയ സുഹൃത്തുക്കൾ പലരും അന്ന് പാർട്ടിയൊന്നുമല്ല, പലരും പല ഇതാണ്. ഞങ്ങളൊക്കെ ഇപ്പോൾ, അതായത് പല മുസ്ലിം ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, ഞങ്ങളൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ഒരുമിച്ച് നിൽക്കുന്ന ആൾക്കാരാണ്. എനിക്ക് ഒന്ന് എനിക്ക് ഇങ്ങനെ ആരും വീട്ടിൽ തന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. അതിനിടയ്ക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്ന ആൾക്കാരോട് മാത്രമാണ് എനിക്ക് വെറുപ്പ്. അതാ പറഞ്ഞു. ഹലോ, ഞാൻ ഇനി ഒരു കാര്യം പറയാം, താങ്കൾ ശ്രദ്ധിക്കണം. ഞാൻ 1 മിനിറ്റേ താങ്കളുടെ എടുക്കും. ഞാൻ ഇതിനെ ഡോക്യുമെന്റ് ചെയ്ത് താങ്കൾക്ക് അയച്ചും കൂടെ തരാം. പക്ഷേ ഈ 1 മിനിറ്റ് കേൾക്കണം. നമ്മൾ ഹിന്ദുക്കൾ യഥാർത്ഥത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. താങ്കൾ മലയാളിയല്ലേ? ഞാൻ കേരളത്തിൽ കണക്ക് വെച്ച് പറയാം. ആ കണക്കെന്ന് പറഞ്ഞാൽ കേരളത്തിൽ 3.5 കോടി മലയാളികളാണുള്ളത്. ഇതിൽ 50% നമ്മളാണ്, ഹിന്ദുക്കളാണ്. ഇതിൽ 27 മുതൽ 30% വരെ മുസ്ലിങ്ങളാണ്, 18% ക്രിസ്ത്യാനികളാണ്. ഇതാണ് നമ്മുടെ ജനസംഖ്യാ കണക്ക്. അതായത് നിങ്ങൾ 100 മലയാളികളെ കാണുമ്പോൾ 50 പേര് ഹിന്ദുക്കൾ, 28 പേര് മുസ്ലിങ്ങൾ, 18 പേര് ക്രിസ്ത്യാനികൾ. ഇതാണ് ഇതിൻ്റെ കണക്ക്. ഇനി ഞാൻ അടുത്ത പറയുന്നത് ശ്രദ്ധിച്ചേക്കണേ. നമ്മുടെ കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്നവരിൽ 80% ഹിന്ദുക്കളാണ്. നമ്മുടെ കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്നതിൽ 80% ഹിന്ദുക്കൾ. തീർന്നില്ല, ഒരു സെക്കൻഡ്. 83.7% മദ്യപാനത്തിന്റെ അടക്കം, മയക്കുമരുന്നിന്റെ അടക്കം വിഷയം നമുക്കാണ്. 90% കുടുംബ തകർച്ചകൾ നമ്മളിലാണ്. ഇനി തീർന്നില്ല സാർ. ഒരു കാര്യം കൂടെ സാർ, അല്ല, ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചിട്ട് ഇത് എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ താങ്കളെ എന്നെ എല്ലാം ബാധിക്കാൻ പോകുന്ന പ്രശ്നമാണ്. ഈ നട തെള്ളുക എന്നൊരു കാര്യം കേട്ടിട്ടുണ്ടോ? നട തെള്ളുക എന്നൊരു കാര്യം കേട്ടിട്ടുണ്ടോ? നട തെള്ളുക, അതായത് പ്രായമായ അച്ഛനെയും അമ്മയും അമ്പലത്തിൽ കൊണ്ടുപോയി തെള്ളുക, നട തെള്ളുക എന്ന് കേട്ടിട്ടില്ലേ? പണ്ടത്തെ ഭാഷയിൽ. അതെ, കേട്ടിട്ടുണ്ടല്ലോ. ഒരിക്കലെങ്കിലും താങ്കൾ പള്ളി തെള്ളുക എന്ന് കേട്ടിട്ടുണ്ടോ? ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ അവരുടെ പ്രായമായ അച്ഛനമ്മമാരെ ഞങ്ങൾ പള്ളി തള്ളി എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഒരിക്കലും കേട്ടില്ല. അപ്പം 99% ഈ പ്രശ്നങ്ങൾ, അല്ലല്ല, ശ്രദ്ധിക്കണം, ഇനിയാണ് ശ്രദ്ധിക്കേണ്ട പോയിന്റ്. 99% പ്രശ്നങ്ങളും നമ്മൾ ഹിന്ദുക്കൾക്കിടയിലാണ്. നമ്മൾ ഹിന്ദുക്കൾക്ക് പറ്റുന്നത് ഒന്നെങ്കിൽ നമ്മൾ കടുത്ത മതേതരന്മാരാകും, നമുക്ക് മതം വേണ്ട, സമുദായം വേണ്ട, ഞങ്ങൾ മനുഷ്യർ മാത്രമാണെന്നൊക്കെ വലിയ വായിലെ ഡയലോഗ് അടിക്കും. അല്ലെങ്കിൽ കടുത്ത വർഗീയവാദികളാവും. അതായത് എപ്പോഴും ഒരു ശത്രു നമ്മളെ ആക്രമിക്കാൻ വരുന്നു, ആ ശത്രു മുസ്ലിമാണ്, അല്ലെങ്കിൽ ആ ശത്രു വേറെയാണ്. ഇത് രണ്ടുമല്ല. ഓട്ടോമാറ്റിക് വരും. അതുകൊണ്ട് താങ്കൾ ശ്രദ്ധിക്കേണ്ട ഏക റിക്വസ്റ്റ് ഇത്രയേ ഉള്ളൂ. ഞാൻ ഇതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. പാകിസ്ഥാനിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ അഫ്ഗാനിസ്ഥാനിൽ നിന്നോ പിന്നെ ഖത്തറിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ ഒന്നും ഇതിന് ഫണ്ട് വരുന്നില്ല. നമ്മുടെ യുവാക്കൾ ഫൈറ്റ് ചെയ്യുന്നതാണ്. മോദിജി അവരുടെ പോരാട്ടം അംഗീകരിച്ച് ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റി. ഇനി അല്ല, നിങ്ങൾ പറഞ്ഞെനിക്ക് എല്ലാം മനസ്സിലായി. ഞാൻ ഒറ്റ വാക്ക് പറയട്ടെ. നമ്മളെ, അതായത് ആൾക്കാർ പോരായിട്ട്, അതായത് കണ്ണാടി, നമ്മളെ സൗന്ദര്യം പോരെങ്കിൽ കണ്ണാടി ഉടക്കുന്ന പറഞ്ഞ അതെന്താ ഇപ്പൊ അങ്ങനെ പറയേണ്ട ആവശ്യം എന്താ? എനിക്ക് ആ തോന്നുന്നു നിങ്ങൾ പറഞ്ഞത്. അതായത് ഞാൻ എൻ്റെ മോഹം ലക്ഷം വൃതാണെങ്കിൽ ഞാൻ കണ്ണാടി വെച്ചു, ഇത് കണ്ണാടി ശരിയില്ലാതോ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയരുത്. നേരെ തിരിച്ച് നമ്മുടെ മുഖം വികൃതമാണെങ്കിൽ ആ കണ്ണാടി നോക്കി നമ്മൾ ആ മുഖത്ത് മരുന്ന് അപ്ലൈ ചെയ്യണം. കണ്ണാടി നോക്കി നമ്മൾ പുറത്ത് വേണ്ട ക്രീമുകൾ തേക്കണം.
ഈ കണ്ണാടി എന്ന് പറഞ്ഞ സമൂഹമാണ്. ആ സമൂഹം നമ്മൾ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ, താങ്കൾക്ക് ഹിന്ദു സ്പിരിറ്റ് വേണം, അത് കളയരുത്. പക്ഷേ ആ ഹിന്ദു സ്പിരിറ്റിനോടൊപ്പം നമ്മുടെ കൊടി കണ്ടിട്ടില്ലേ, ഇന്ത്യയുടെ കൊടിയിൽ 3 കളർ. അതായത് ഞാൻ രാജ്യത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറായിട്ട് അത് നമ്മൾ രണ്ടുപേരും അങ്ങനെയാണ്. അപ്പൊ ആ ഇന്ത്യയുടെ കൊടിയിൽ 3 നിറം. അല്ല, ഒരു സെക്കൻഡ്. ഇന്ത്യയുടെ കൊടിയിൽ 3 നിറങ്ങളുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ 3 നിറങ്ങളിൽ ഒന്നാമത്തെ നിറം കാവി കുങ്കുമമാണ്, അത് നമ്മൾ ഹിന്ദുക്കളെ കാണിക്കുന്നതാണ്. രണ്ടാമത്തെ നിറം വെള്ളയാണ്, അത് ക്രിസ്ത്യാനികളെയും. ആടെയാണ് പ്രശ്നം പറ്റുന്നു. അവിടെ അല്ല, അതാണ് ആ കൊടിയുടെ അർത്ഥം. കൊടിയുടെ മുന്നേ വേറെ കൊടി ഉണ്ടായല്ലോ. അല്ല, ഈ കൊടിയാണ് ഉണ്ടായത്. ഈ കൊടി ഉണ്ടാക്കിയത് പിങ്കാളി വെങ്കയ്യ എന്നൊരാളാണ്. പിങ്കാളി വെങ്കയ്യ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിക്ക് സമർപ്പിച്ചതാണ്. മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഹിന്ദു ആക്ടിവിസ്റ്റ്, ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് പറഞ്ഞു, നമുക്ക് ഈ 3 സമുദായങ്ങളും വേണം. അങ്ങനെ കാവി ഹിന്ദുവിനും വെള്ള ക്രിസ്ത്യാനികൾക്കും പച്ച മുസ്ലിങ്ങൾക്കും വെച്ചാണ് നമ്മുടെ ഈ കൊടി ഉണ്ടാക്കിയിരിക്കുന്നത്. ആ കൊടിയുടെ സ്പിരിറ്റാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് എന്തുകൊണ്ടാണ് പാകിസ്ഥാനിലേക്ക് ഈ സൽമാൻ ഖാനുള്ള കാരണം? സൽമാൻ ഖാന് സൽമാൻ ഖാനല്ല, പാകിസ്ഥാനിലേക്ക് ഇവർ മാറാനുള്ള കാരണം? അതിന്റെ കാരണം കൂടെ പറയാം. 1947 നമ്മുടെ വിഭജനം നടക്കുന്നത്. അന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ താമസിച്ചിരുന്ന രാജ്യം ഇന്ത്യയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ താമസിച്ചിരുന്ന രാജ്യം ഇന്ത്യയാണ്. ഈ രണ്ടും ഇന്ത്യയാണ്. അന്ന് ലോകത്തിൽ ഏറ്റവും ജനസംഖ്യ നമുക്കായിരുന്നല്ലോ. അപ്പൊ എന്തോ ഇന്ത്യയാണ് എല്ലാം അന്നത്തെ കാലത്ത്. അതെ, ഇന്ത്യയാണ്. പാകിസ്ഥാനും ബംഗ്ലാദേശിലും നമ്മുടെ കൂടാണ്. അപ്പൊ എന്തു പറ്റിയെന്ന് പറഞ്ഞാൽ, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിക്കടക്കം ഈ 2 സമുദായങ്ങളിലെ തീവ്ര സ്വരക്കാർ, തീവ്ര ഇസ്ലാമിസ്റ്റുകളും തീവ്ര ഹിന്ദുത്വവാദികളും കൂടെ പരസ്പരം അടികൂടി ഈ രാജ്യത്തിന്റെ ബാലൻസ് ഇല്ലാതാക്കി. അങ്ങനെയാണ് നിരീശ്വരവാദിയായ മുസ്ലിം, അതായത് മുഹമ്മദ് അലി ജിന്ന എന്ന പാകിസ്ഥാന്റെ സ്ഥാപകനുണ്ടല്ലോ, അദ്ദേഹം നിരീശ്വരവാദിയാണ്, കള്ളു കുടിക്കുന്നവനാണ്, പന്നിയിറച്ചി കഴിക്കുന്നവനാണ്, അങ്ങനെ ഒരു ഇസ്ലാം വിശ്വാസി ആയിരുന്നില്ല. ആ വ്യക്തിയുടെയും കൂടെ നേതൃത്വത്തിലാണ് അവർ പിരിഞ്ഞു പോയത്. അതിന്റെ കാരണം അവർക്ക് മാത്രമല്ല തെറ്റ്, നമുക്കും ഉണ്ട് തെറ്റ്. കാര്യം എല്ലാ ദിവസവും രാവിലെ എണീച്ച് മുസ്ലിങ്ങളോട് കുറ്റം പറഞ്ഞാൽ, മുസ്ലിം വിരോധം ഉണ്ടാക്കിയ, ഇസ്ലാമോഫോബിയ പറഞ്ഞാൽ കുറച്ചു കാലം കഴിഞ്ഞ് അവർക്ക് മടുക്കും. അവിടെയാണ് ഇനി തീർന്നില്ല. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. അന്നുള്ള ഏറ്റവും വലിയ മുസ്ലിം പണ്ഡിതനും നേതാവ് എന്ന് പറഞ്ഞാൽ മൗലാന അബുൽ കലാം ആസാദ് എന്നൊരാളാണ്. ഖുറാൻ പണ്ഡിതനാണ്, മക്കത്ത് ജനിച്ച ആളാണ്, നമ്മുടെ ഇന്ത്യയിൽ പിന്നെ എത്തിയ ആളാണ്. അദ്ദേഹം മഹാത്മാഗാന്ധിയോടൊപ്പം ഇന്ത്യയോടൊപ്പമാണ് നിന്നത്. നമ്മുടെ ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹമാണ്, ഭാരതരത്നയാണ് മൗലാന അബുൽ കലാം ആസാദ്. ഇനി അങ്ങ് ഒരു കാര്യം കൂടെ പറഞ്ഞു ഞാൻ വെക്കാം. ജിന്നയാണല്ലോ പാകിസ്ഥാന്റെ നേതാവ്, അറിയാമല്ലോ. ജിന്നയുടെ മോള് പോലും പാകിസ്ഥാനിൽ പോയില്ല. ഒരർത്ഥത്തിൽ ജിന്നയുടെ പാകിസ്ഥാൻ വേണ്ട, ഗാന്ധിയുടെ ഇന്ത്യ മതി എന്ന് പറഞ്ഞ് ജിന്നയുടെ മകൾ കുറച്ചു കാലം ഇന്ത്യയിൽ നിന്നു, എന്നിട്ട് ഇംഗ്ലണ്ടിലോ അമേരിക്കയിലോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ത്രിവർണ്ണ പതാകയിൽ കാവിയും വെള്ളയും പച്ചയുണ്ട്. ഈ ബാലൻസ് ഉണ്ട്. ദൈവവിശ്വാസിയാണോ? അയ്യപ്പസ്വാമിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? ഒരു മുസ്ലിമാണ്. അയ്യപ്പസ്വാമിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ഒരു വാവരാണ്. ഇവരുടെ രണ്ടിന്റെയും വേറൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, വെളുത്ത എന്നാണ് പേര്, വെളുത്തച്ഛൻ. ആലപ്പുഴ അർത്തുങ്കൽ പള്ളിയിലെ വെളുത്തച്ഛനാണ്. ഈ ബാലൻസ് ആണ് ഇന്ത്യ. അയ്യപ്പൻ നേരിട്ട് കാണാൻ അയ്യപ്പൻ 1000 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ആളാണ്. നമ്മളെ ഏതെങ്കിലും തറവാട്ടിലുള്ള ആൾക്കാർ ആരെങ്കിലും കണ്ടിട്ടുണ്ട്? അയ്യോ, ഉണ്ട്. താങ്കളുടെയും എന്റെയും തറവാട്ടിലുള്ള ആൾക്കാരുണ്ട്. എന്റെ മാത്രമല്ല, നമ്മുടെ ഈ നാട്ടിൽ ജനിച്ച് പന്തളം എന്ന് പറയുന്ന സ്ഥലത്ത് ഏകദേശം ഒരു 900 വർഷം മുമ്പ് ജനിച്ച്. ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്റെ ഒരു നിഗമനം വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ നല്ല നടക്കി നടത്താനും നമ്മളെ നല്ല കാര്യം ചിന്തിക്കാനും ഒരു ഉപാധി മാത്രമാണ് ഈ ഭക്തി. ഇനി ഒരു കാര്യം പറയട്ടെ, ഞാനൊരു കാര്യം എല്ലാ ബഹുമാനത്തോടെയും പറയട്ടെ. ഈ കള്ളമാണ് ഹിന്ദുത്വവാദികൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ല, താങ്കൾ ഈ പറഞ്ഞത് 100% തെറ്റാണ്. അതായത് ഒരു മനുഷ്യനെ നല്ല വഴിക്ക് നടത്താൻ വേണ്ടിയുള്ള വളഞ്ഞ വഴിയാണ് ദൈവം എന്ന്, അല്ലെങ്കിൽ വളഞ്ഞ വഴിയോ അവന്റെ മനസ്സിലൊരു പേടി ഉണ്ടാക്കാനെന്ന് പറയുന്ന നിമിഷം എന്ത് പറ്റുമെന്നറിയാമോ? ആ പറയുന്ന നിമിഷം നമുക്ക് ദൈവവിശ്വാസം പോയി. അതായത് ശരിക്കും ദൈവം ഇല്ല. അതായത് താങ്കൾ ഈ പറയുന്നതിന്റെ രത്നച്ചുരുക്കം ഞാൻ പറയട്ടെ. താങ്കൾ ഈ പറയുന്നതിന്റെ ഞാൻ രത്നച്ചുരുക്കമായിട്ട് പറയാം. താങ്കൾ പറയുന്നത് എന്താ? താങ്കൾ പറയുന്നത് ഒരു സെക്കൻഡ് ഞാൻ പറയാം. താങ്കൾ പറയുന്നത് എന്താ അറിയാമോ? ശരിക്കും, അതായത് നേരിട്ടല്ല, താങ്കളുടെ ഉപബോധ മനസ്സിൽ, ഉള്ളിന്റെ ഉള്ളിൽ പറയുന്നത് എന്താ അറിയാമോ? ശരിക്കും ദൈവമൊന്നുമില്ല. പക്ഷേ ആൾക്കാർ വളർന്നു വരുമ്പോൾ എന്തിനെങ്കിലും കുറിച്ചൊരു പേടിയൊക്കെ വേണമല്ലോ, എന്തെങ്കിലും ഒരു ക്രമം വേണമല്ലോ, അതുകൊണ്ടാണ് ദൈവം ഉണ്ട്. അങ്ങനെയല്ല. അത് ഈ ഹിന്ദുത്വവാദികൾ അല്ലെങ്കിൽ നിരീശ്വരവാദികളാണ് നല്ലൊരു ശതമാനം ഹിന്ദുത്വവാദികളും. ഇവർക്ക് ദൈവത്തിൽ വിശ്വാസമില്ല.
അതായത് വീര സവർക്കർ, എനിക്ക് വീര സവർക്കറെ ബഹുമാനമാണ്, പക്ഷെ വീര സവർക്കർ ഈശ്വര വിശ്വാസം ഇല്ല. അല്ല, നമ്മൾ ഇവിടെ കോഴിക്കോട് ജില്ലയില് ഈ ഗുളിയന്തറ ഉണ്ടാക്കുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിൽ എന്താണല്ലേ? ഗുളിയന്തറ, ഗുളിയന് കൊടുക്കല്, കുട്ടിച്ചാത്തന കൊടുക്കല് എന്നുള്ള സമ്പ്രദായമുണ്ട്. ഈ ഗുളികൻ അടക്കമുള്ളതേ നമ്മുടെ പ്രാചീന ദേവതാ സങ്കല്പങ്ങളാണ്. ഏതാ സ്പെസിഫിക് എന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ഞാൻ പറയാം. ഇതെല്ലാം നമ്മുടെ പ്രാചീന ദേവതാ സങ്കല്പങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഒരു നാടിൻ്റെ ഊർജം, സാംസ്കാരിക ചരിത്രം ഇതെല്ലാം കൂടി ഉൾക്കൊണ്ടാണ്. അതാണ് നമ്മുടെ ഇത് കണ്ടോ, കാന്താര സിനിമ കണ്ടോ? നായന്മാരുടെ തറവാട്ടിൽ ഏത് ഒരു വീട്ടിലാണെങ്കിലും അല്ലെ, ഞാൻ ആശാരിയാണ്. അപ്പോ ഏത് തറവാട്ടിലാണെങ്കിലും നമ്മുടെ ഒരു ഗുളിയന്തറ, പണ്ടുള്ള നായന്മാരായിക്കോട്ടെ പിയന്മാരായിക്കോട്ടെ, ഒരു ഗുളിയന്തറ അല്ലെങ്കിൽ അത് ആൾക്കാരെ പേടിപ്പിക്കാൻ വേണ്ടിയല്ല. അതിനൊരു സാംസ്കാരിക ചരിത്രമുണ്ട്, ആത്മീയ ചരിത്രമുണ്ട്. ആത്മീയ അതെന്താ താങ്കളുടെ അവിടുത്തെ സ്പെസിഫിക് എന്താന്ന് എനിക്കറിയില്ല. അതിനൊരു ആത്മീയ ചരിത്രമുണ്ട്. ഞാൻ എന്റെ അച്ഛൻ ഒരു കുറ്റിക്കാരനാണ്. അതായത് വാസ്തുശാസ്ത്രം, അതായത് കുറ്റിക്കാരൻ ശ്രീനിവാസനാചാര്യ കുപ്പേരിക്കാർ എന്നൊരു വ്യക്തിയാണ്. എന്റെ അച്ഛൻ വാസ്തുപരമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അങ്ങക്ക് ഇത്തരം ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളും വരുന്നതിന്റെ റീസൺ കൂടെ ഞാൻ പറയട്ടെ. നമ്മുടെ ക്രിസ്ത്യൻ മുസ്ലിം സുഹൃത്തുക്കൾ കാണുമല്ലോ. നമ്മുടെ ക്രിസ്ത്യാനിയും മുസ്ലിമും അവരുടെ 5 വയസ്സ് മുതൽ അവരവരുടെ പള്ളിയിൽ പോയി, ചർച്ചിൽ പോയി, മോസ്കിൽ പോയി അവരാത്മീയത പഠിക്കുന്നുണ്ട്, ദൈവത്തെ അറിയുന്നുണ്ട്, പരിശുദ്ധ ബൈബിളും വിശുദ്ധ ഖുറാനും പഠിക്കുന്നുണ്ട്. ഞാനോ താങ്കളോ വേറെ ആരോടുമില്ല, നമുക്ക് ആത്മാർത്ഥത പറയാം. നമ്മൾ 18 വയസ്സിന് മുമ്പ് നമ്മൾ ഒരിക്കലെങ്കിലും ഭഗവത്ഗീത വായിക്കൂ? ഞാൻ കണ്ടിക്കുന്നില്ല. ഇതിന്റെ കാര്യം എന്താ? അപ്പം നമുക്കിങ്ങനൊരു പഠനം കിട്ടുന്നില്ല. യഥാർത്ഥത്തിൽ നമുക്കുള്ളിലാണ് പ്രശ്നം. യഥാർത്ഥത്തിൽ നമ്മൾ ഹിന്ദുക്കൾക്കുള്ളിലാണ് പ്രശ്നം. അതുകൊണ്ട് ഇതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. വേറെ ഒന്നുമില്ല. നാളെ വൈഫ് ദുബായിലോട്ട് പോവാം. എൻ്റെ പ്രിപ്പറേഷനിലാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ. നമ്മൾ ഹിന്ദുക്കളുടെ യഥാർത്ഥ ശത്രു നമ്മുടെ ഉള്ളിലെ അറിവില്ലായ്മയാണ്, നമ്മുടെ ഉള്ളിലെ ജ്ഞാനമില്ലായ്മയാണ്, നമ്മുടെ ഉള്ളിലെ ആത്മീയതയില്ലായ്മയാണ്. അപ്പം അതാണ് നമ്മൾ ആർജിക്കേണ്ടത്. ബാക്കി കാര്യങ്ങളിൽ ടെൻഷൻ അടിക്കേണ്ട. ഏതെങ്കിലും രീതി ഫോറിൻ ഫണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അജിത് ഡോവൽ ചെയ്യുന്ന ഇന്ത്യയുടെ സൂപ്പർ കോപ്പും മോദിജിയും ഒക്കെ നോക്കിക്കോളും. ഈ യുവാക്കൾ നമ്മുടെ ഭാവിയാണ്, അവരെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ശരി, താങ്ക് യു. ജയ് ഹിന്ദ്. ഓക്കെ.